എല്ലാ കൊല്ലത്തെ പോലെയും ഈ കൊല്ലം എന്റെ ബർത്ത്ഡേ ദിവസം പള്ളി പെരുന്നാളായതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് പള്ളിയിലോട്ടാണ് പോയത്. എപ്പോഴും പള്ളി പോയി ഫ്രണ്ടിൽ നിൽക്കണം ഞാനാ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയോണ്ട് തന്നെ പള്ളിയിലെ ലാസ്റ്റ് ആണ്. പള്ളിയിലെ നേരത്തെ ചോറൊക്കെ കഴിച്ച് വീട്ടിൽ നിന്നപ്പോ അവിടെ എനിക്കൊരു സർപ്രൈസ് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അന്നയും കുഞ്ഞിനെയുടെ കൂടി എനിക്കൊരു വാച്ച് വാങ്ങിക്കിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം അവർ ഇതേപോലെ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൂടാതെ എന്റെ പിള്ളേർ വന്നപ്പോൾ എനിക്ക് കയ്യിലിടാനുള്ള ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു. ഇത്തവണ ഉടുപ്പും പൈസയും ഒക്കെ ആയിട്ട് ബർത്ത്ഡേക്ക് കുറെ ഗിഫ്റ്റ് കിട്ടി. കുറച്ചേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ വിഷുവിന് വാങ്ങിച്ച കുറച്ച് പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കൂടി ഇട്ട് കത്തിച്ച് അത് കുറേയൊക്കെ തണുത്തു ഉണ്ടായിരുന്നു. എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു. പടക്കം പടർ വെച്ചിട്ടിട്ട് എല്ലാവരും മാറി മാറി നിൽക്കുന്ന കേട്ടോ ഇത്. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയായി. കേക്ക് മുറിച്ചപ്പോൾ പിള്ളേര് പാർട്ടി പോപ്പറും ബലൂണും സ്പ്രേ ഒക്കെ ആയിട്ടാണ് വന്നത്. അത് മുഴുവൻ എന്റെ മേത്തേക്ക് അടിച്ച് കേക്കിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മാറ്റി കളഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചത്. കിച്ചു എല്ലാവരുടെ കൂടിയിട്ടുള്ള ക്രീം മുഴുവൻ എന്റെ മുഖത്ത് വാരി തേച്ച് വെച്ച് പിന്നെ അത് കഴുകിക്കളയിൽ ഒരു പണിയായിരുന്നു. ഇപ്പൊ ഈ 2-3 കൊല്ലമായിട്ടോ എന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനൊക്കെ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയെ ഉണ്ടായി. പിന്നത്തെ പരിപാടി പാർട്ടി പോപ്പർ പൊട്ടിച്ച് അടിച്ചു കളയിലായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കനാലിലോട്ടാണ്. കനാലിൽ പോയത് ഏതായാലും വിറ്റായി പോയി. ഞങ്ങൾ ചെന്ന് ചാടുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ വീട്ടിൽ പെരേരക്കൂടലായിരുന്നു. ഏതായാലും നനഞ്ഞല്ലേ, എന്നാ പിന്നെ കുളിച്ച് കയറിയേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ചാടുന്നുണ്ട്. അവിടെ നിന്ന് ഗസ്റ്റുകളും കനാലിൽ ചാടാൻ വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടായിരുന്നു പോയേ. കാരണം കനാലിൽ നിന്ന് കയറി വന്നാൽ നല്ല വിശപ്പായിരിക്കും എന്ന് അറിയായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ യൂണോ ഗെയിം കളിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പിരിഞ്ഞത്.